എടവനക്കാട് പഞ്ചായത്തിൽ CRZ നിയമം ഭേദഗതി വരുത്തി സാധാരണക്കാരന് വീട് വയ്ക്കുവാനും നമ്പർ ലഭിക്കുവാനും വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ CRZ ഇരകളായിട്ടുള്ളവർ കുത്തിയിരിപ്പ് സമരം നടത്തി. ഞങ്ങളിപ്പോൾ എടവനക്കാട് പഞ്ചായത്തിൽ CRZ മൂലം വീട് വെക്കാൻ കഴിയാത്ത ഇരകള് കുറെ കാലങ്ങളായിട്ട് വീട് വെക്കാൻ വേണ്ടി മോഹിച്ചു കിടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഈ CRZ 2019 പുതിയ വിജ്ഞാപനം വന്ന് അതിന്റെ മാപ്പ് വന്നു, അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ വന്നു, 6/12/2024 വന്നു. ഇതിൽ തദ്ദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് CRZ ആണെങ്കിലും നോൺ ഡെവലപ്മെന്റ് സോൺ അഥവാ NDZ ആണെങ്കിലും വീട് കൊടുക്കാമെന്നുള്ള ഉത്തരവിൽ ഉണ്ടായിട്ട് പോലും ഈ 10 മാസമായിട്ടും ഇവിടെ ഈ എടവനക്കാട് പഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടില്ല. അപ്പൊ അതിന്റെ ഇരകളായിട്ടുള്ള ആളുകളാണ് ഇന്ന് രാവിലെ തുടങ്ങി വീണ്ടും ഇവിടെ കുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 9/10/25 ഇവിടെ ഒരുപാട് ഇരകൾ വന്ന് കുത്തിയിരുന്ന് സമരം ചെയ്തതിന്റെ പേരിൽ ഇവിടുത്തെ പ്രസിഡന്റ് ഒരു നിരാഹാര സമരവും പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ജോയിന്റ് ഡയറക്ടർ തദ്ദേശ വകുപ്പിന്റെ ഒരു വിശദമായ മീറ്റിംഗ് വിളിച്ചിട്ട് അതിന്റെ മിനിറ്റ്സ് പുറപ്പെടുവിക്കുകയുണ്ടായി. അവര് ഈ പറയുന്ന ഈ 2024 ഡിസംബർ 6 ഇതിന് ബേസ് ചെയ്തിട്ടാണ് അന്നോടെ ചർച്ച നടന്നത്. ഇത് പ്രകാരം എല്ലാവർക്കും തദ്ദേശവാസികളായിട്ടുള്ളവർക്ക് വീട് നിർമ്മാണത്തിന് നോ ഡെവലപ്മെന്റ് സോൺ ആണെങ്കിലും വീട് നിർമ്മാണത്തിന് അനുവാദം കൊടുക്കാമെന്ന് തന്നെയാണ് ഈ പറയുന്ന മിനിറ്റ്സിന്റെ ഓരോ പേജിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ 3ാമത്തെ പേജിൽ 4ാമത്തെ ഇതായിട്ട് പാരഗ്രാഫായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ജോയിന്റ് ഡയറക്ടർ. അപ്പൊ അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാണ്ട് ഇവര് 2 പേർക്ക് പെർമിറ്റ് കൊടുത്തു. ഇവിടെ വിനോദ്, ദിലീപ് 2 പേർക്ക് പെർമിറ്റ് കൊടുത്തു. ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ബാക്കിയുള്ള ഈ പറയുന്ന 11 പേര് എന്റെ കൂടെ തന്നെ ഉണ്ട്. ഒരുപാട് പേര് വെച്ചിട്ടുണ്ട്, വന്നിട്ടില്ല. ഈ 11 പേര് വെച്ചവര് ഇത്രയും ദിവസമായിട്ട് ഇവിടെ ജോലിച്ചു ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്തോട്ടേ അയച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരുതരം വ്യാജമായിട്ടുള്ള എന്തോ ഞങ്ങൾക്ക് ഇവരുടെ ഭൂമി കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാൻ തിരുവനന്തപുരത്തോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നു അക്ഷാംശവും രേഖാംശവും. ഇവർ ഈ അക്ഷാംശവും രേഖാംശവും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഫോണിന് എന്ത് ആക്യുറസിയാണുള്ളത്? ഈ GPS തന്നെ 100 മീറ്റർ 200 മീറ്റർ വരെ തെറ്റുകൾ കാണിക്കാമെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോഴും ഇതിനൊരു കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ല. ഇവരെടുക്കുന്നതിൽ അക്ഷാംശ രേഖാംശം എടുത്ത് തിരുവനന്തപുരത്തോട്ട് അയച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ വീട് നിർമ്മാണം തടസ്സപ്പെടുത്തുന്നു. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ടാണ് CRZ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഈ ഇരകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പഞ്ചായത്തിലെത്തിയിരിക്കുന്നത്. ഇന്നിവിടെ തുടർന്നുകൊണ്ട് ഈ പഞ്ചായത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും ഈ അധികാരികളുടെ എല്ലാം ഈ ഇരട്ടത്താപ്പ് ഇതിവിടെ വിവേചനം ചെയ്തുകൊണ്ട് പല ആളുകൾക്കും കൊടുക്കുന്നുണ്ട്. ഞാൻ വിവരാവകാശം വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായത് പല ആളുകൾക്കും ഇതൊന്നും നോക്കാതെ ഇവർ കൊടുത്തിട്ടുണ്ട്, ഇവരുടെ സ്വന്തക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വിവേചനം പാവപ്പെട്ട ആളുകൾക്ക് മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാത്രം കൊടുക്കുന്ന ഈ വിവേചനം അവസാനിപ്പിക്കണം. ഇവർക്കെല്ലാവർക്കും ഈ ഡോക്യുമെന്റിൽ പറയുന്ന പ്രകാരമുള്ള ഇളവുകൾ ലഭിക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോവും ഇവിടെ കുത്തിയിരിക്കാൻ തന്നെയാണ്, കണ്ടിന്യൂ ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇതാണ് ജനങ്ങളെ അറിയിക്കുന്നത്. എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടുമായിട്ട് വരണം. ഈ പഞ്ചായത്തിൽ എടവനക്കാട് പഞ്ചായത്തിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ 29/10/2025 ഡേറ്റിൽ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്.